നമുക്ക് നിൽക്കവേ തന്നെ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിരവിശുദ്ധാന്തയോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിരവിശുദ്ധാത്മാവിന്റെ നിശ്വാസാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ഗ്ലോറിയായി ചേർന്ന് വയ്ക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്: ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് നേരായി താല്പര്യമായി മാനസാന്തരപ്പെട്ട്
നിങ്ങളുടെ കൂട്ടുകാരോ പ്രിയോ സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികളിൽ നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവേശുവിനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു യേശുപാലെ രക്ഷിപ്പാൻ ലോകത്തു നിന്നുള്ള വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയും തങ്ങളുടെ സഹോദരരെ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും മോചനം നൽകുമെന്ന് തൻ്റെ മകർമ്മയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്വപിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് തന്നെ ഉണ്ടായി നിങ്ങളെ സകലപാപങ്ങളെയും ക്ഷമിച്ച് അവൻ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ പുനരുദ്ധാനം ചെയ്ത കർത്താവുമായുള്ള അഭിമുഖം. സർവ്വവ്യാപിയായ ദൈവമേ, യാക്കോബിനും പൗലോസിനും ഉപദേശനായതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ നീ ഞങ്ങളെ കണ്ടുമുട്ടുന്നുവല്ലോ. ഞങ്ങൾ നിന്നോട് മത്സരിക്കുമ്പോഴും ഞങ്ങളെ സ്പർശിക്കണമേ. രൂപാന്തരപ്പെടുന്നതിൻ്റെ അവസാനത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുവാനും സമാധാനത്തിൻ്റെയും അനുദിത്യത്തിൻ്റെയും ദൂതുപകരായി മനുഷ്യനിർമ്മിതമായ അതിർക്കും അപ്പുറത്തേക്ക് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിനോടും വിശുദ്ധാത്മാവിനോടും കൂടെ ഏകതയുമായ കലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം, ഫസ്റ്റ് ലെസൺ.
ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 40-ാം സങ്കീർത്തനം, സാംസ് 40. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഇരിക്കാം. 2-ാം പാഠം, സെക്കൻഡ് ലെസൺ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. Gospel according to St. John chapter 20 verses 24 to 29. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറെ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെ അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസ് ഉണ്ടായിരുന്നു. വാതിലടുത്തേക്ക് യേശു നടന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളിലേക്ക് കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസി ആകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമാസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. കീർത്തനം 123, ഹിൻ നമ്പർ 123. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ലോകരക്ഷിതാവുമായ യേശു കർത്താവേ, വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടി ദാനമായി നൽകിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥനെ. വിശുദ്ധാരാധന സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കർത്താവേ, തിരുവചനം ധ്യാനിക്കുമ്പോൾ അവിടെ സ്വർഗീയ ആലോചനകളാൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിക്കുന്ന അടിയനെയും വചനം സ്വീകരിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമുക്കറിയാം, ഒരു ഈസ്റ്ററിന് ശേഷം നാം കടന്നു വരുമ്പോൾ യേശു കർത്താവുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളാണ് നാം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനുള്ളതായ ചിന്താ വിഷയം എൻകൗണ്ടർ വിത്ത് ദ റിസൺ ലോർഡ്, പുനരുത്ഥാനം ചെയ്ത കർത്താവുമായിട്ടുള്ള അഭിമുഖം എന്നുള്ളതാണ്. ഇന്ന് വായിച്ചതായ വേദഭാഗങ്ങളൊക്കെയും വളരെ ശ്രദ്ധേയമായ ചിന്തകളാണ് നമുക്ക് നൽകുന്നത്. സുവിശേഷ വേദഭാഗം വായിച്ചതായ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, അതിന് 27-ാം വാക്യം. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസി ആകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. യെരുശലേമിൽ മർക്കോസിന്റെ ഭവനത്തിലെ മാളിക മുറിയിൽ യേശുവിൻ്റെ 10 ശിഷ്യന്മാരും കൂടിയിരിക്കുകയാണ്. ഇവിടെയാണ് കർത്താവ് ശിഷ്യന്മാരുമായി പെസഹ ഭക്ഷിച്ചതും കർത്താവിൻ്റെ അത്താഴമാകുന്ന തിരുവത്താഴം അനുഷ്ഠിച്ചതും. യേശുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടി ശിഷ്യന്മാർ പല ഭാഗത്തും ചിതറിപ്പോയിരുന്നു എന്ന സുവിശേഷ വേദഭാഗത്ത് നാം കാണുന്നുണ്ട്. എന്നാൽ പിന്നീട് ഉയർപ്പ് ആ മാളികയിൽ തന്നെ സംഭവിക്കുകയാണ്. ശേഷിക്കുന്ന ശിഷ്യന്മാരെ കൂട്ടിച്ചേർത്ത് ഉയർപ്പ് ഞായറാഴ്ച സന്ധ്യയ്ക്ക് യേശു അവർക്ക് പ്രത്യക്ഷനായി എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ശേഷം അവർക്ക് ധൈര്യവും സന്തോഷവും നൽകിക്കൊണ്ട് പറയുന്നതായ ഒരു ചിന്തയാണ്. എന്നാൽ ആ സമയത്ത് തോമസ് ശിഷ്യൻ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന് വിശുദ്ധ വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ തോമസ് മറ്റ് ശിഷ്യന്മാർക്ക് വേണ്ടി ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി പോയി എന്നുള്ളതും, അല്ലെങ്കിൽ മറ്റ് ശിഷ്യന്മാരെ പോലെ ഭയമില്ലാതിരുന്നു എന്നും ചിന്തിക്കുന്നുണ്ട്. യേശുവിൻ്റെ പുനരുത്ഥാന വാർത്ത മറ്റ് ശിഷ്യന്മാർ തോമസിനെ അറിയിച്ചുവെങ്കിലും തോമസ് അവിടുന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. താൻ നേരിട്ട് കാണുകയും ആണിപ്പഴത്തിൽ വിരലിടുകയും വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. അടുത്ത ഞായറാഴ്ച അതേ സ്ഥലത്ത്, അതായത് യോഹന്നാൻ സുവിശേഷൻ പറയുന്ന പോലെ 8 ദിവസം കഴിഞ്ഞ് വാതിലടുത്ത് തോമസ് മറ്റുള്ളവരോടൊപ്പമായിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. വീണ്ടും പ്രത്യക്ഷനാകുകയാണ്. അതിന്റെ യേശു അവരോട് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം. അതിന് ശേഷം തോമസിനോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്തുകൊണ്ടാണ് കർത്താവ് പ്രകാരം പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് നാം ചിന്തിക്കുമ്പോൾ, മറ്റുള്ള ശിഷ്യന്മാർ യേശുവിൻ്റെ പുനരുത്ഥാനത്തെ അംഗീകരിച്ചപ്പോൾ തോമസ് അത് അംഗീകരിക്കുവാൻ തയ്യാറായില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ചിലരെങ്കിലും തോമസിനെ പോലെയാണ്. ചിലത് കണ്ട് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ.
സ്വജീവിതത്തിൽ അത് അംഗീകരിക്കണമെങ്കിൽ അത് അനുഭവമായി തീരണം. D.A. കാർസൺ എന്ന പുതിയ നിയമ പണ്ഡിതൻ പറയുന്ന ഒരു ചിന്ത ഈ സന്ദർഭത്തിൽ ഉരുത്തിരിയുന്ന സംഘർഷത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഒരു കൂട്ടം ശിഷ്യന്മാരുടെ ആത്മസംഘർഷം തോമസിന്റെ ജീവിതത്തിലെ പ്രത്യേകമായിട്ടുള്ള ചില ചിന്തകൾ. എന്നാൽ പുനരുത്ഥാനം ഈ കൂടിക്കാഴ്ച യേശുവിൻ്റെ അനുയായികൾക്ക് പുതിയൊരു ജീവിതത്തിൻ്റെ ഉദയമാണ് നൽകിയത്. കാരണം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ എന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അരുളി ചെയ്തു. ഒന്ന്, യഹൂദന്മാരെ പേടിച്ചിരിക്കുന്ന ശിഷ്യഗണങ്ങൾ അവരുടെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവമുണ്ട്, ഭയത്തിൻ്റെ അനുഭവമുണ്ട്, വേദനയുടെ അനുഭവമുണ്ട്. ഈ കാലഘട്ടത്തിലും ഞാൻ നിങ്ങൾ അങ്ങനെയാണ്. നമുക്കറിയാം, നാം ആയിരിക്കുന്ന സ്ഥലത്ത് കോവിഡ് കൂടുതലായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും അത് പറയുന്നില്ല എങ്കിലും കഴിഞ്ഞ ദിവസം എക്യുമെനിക്കൽ മീറ്റിങ്ങിന് ഞങ്ങൾ അച്ഛന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ സ്നേഹനിത്യ പങ്കുവെച്ചപ്പോൾ ഭയാനകമായ അവസ്ഥയാണ്. പലപ്പോഴും ജീവിതത്തിൽ നിരാശയുടെ, പ്രതിസന്ധിയുടെ അനുഭവം. ഇനി എന്താണ് നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്നതായ ശിഷ്യഗണങ്ങൾക്ക് യേശുവിൻ്റെ സാന്നിധ്യം അത് സമാധാനം നൽകുന്നതായിരുന്നു. അവരുടേതായ ഭയം മാറി സമാധാനം കൈവരുമ്പോൾ സന്തോഷപ്രദമായി തീർന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ ഒരുപക്ഷെ സന്തോഷമായിരിക്കാം, മറ്റൊരു സൈഡിൽ ദുഃഖമായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ രച്ചുകൊണ്ട പൊളിറ്റേഷനിൽ ഈ NOCയുടെ കാര്യത്തിന് പോകുമ്പോൾ സുബ്രഹ്മണ്യൻ എന്ന പേരുള്ള ഒരു ക്ലർക്കുണ്ട്. അദ്ദേഹം മലയാളിയാണ്, ഹൈന്ദവനാണ്. പലപ്പോഴും ഞങ്ങളെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മോൾ 8 വയസ്സുള്ള കുഞ്ഞിന് പെട്ടെന്ന് ഷുഗർ കൂടി ഹോസ്പിറ്റലായി. ഹൈന്ദവ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. പക്ഷേ എങ്ങനെയും എൻ്റെ നമ്പർ കിട്ടി, വിളിച്ചു, അവരൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സത്യത്തിൽ സുബ്രഹ്മണ്യൻ കരയാണ്. യേശു കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. സ്നേഹമുള്ള വാപ്പിച്ചോ, ഞങ്ങൾ അദ്ദേഹത്തിന് ബൈബിൾ കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് യേശു കർത്താവിന് വിശുദ്ധ വേദത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും മറ്റു കുടുംബാംഗങ്ങൾ വ്യത്യസ്തമായ സാഹചര്യമാണ്. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയും വേണ്ട. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നഷ്ടപ്പെട്ടതായ കുഞ്ഞിന് പിന്നെ അനക്കം വെച്ചുവെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞു, വളരെ സന്തോഷത്തോടെ അച്ഛാ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു. പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്നാ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കുറച്ച് 2-3 മണിക്ക് കഴിഞ്ഞു അച്ഛാ ഡോക്ടർമാർ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഗോഡ്സ് പ്ലാൻ എന്താണെങ്കിലും അതിനുവേണ്ടി സമർപ്പിക്കുക, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഓരോ സമയവും ചില നിമിഷങ്ങൾ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്, പിന്നീട് ദുഃഖത്തിൻ്റെ നിമിഷങ്ങളാവുകയാണ്. ദൈവത്തോട് പോലും നമ്മൾ ചോദിച്ചു പോകുന്നതായ ചില സാഹചര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമായിട്ടുള്ള
വേദനയുടെ, നിരാശയുടെ, ഭയത്തിൻ്റെ അവസ്ഥകളൊക്കെ കടന്നു വരാം. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം പേടിച്ചിരിക്കുന്ന ശിഷ്യഗണങ്ങൾക്ക് അവരുടെ ഭയം മാറി സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ഈ ശിഷ്യന്മാരിൽ നിന്നെല്ലാം തോമസ് വ്യത്യസ്തനാകുകയാണ്. തോമസിന്റെ അവിശ്വാസം മനസ്സിലാക്കിയ കർത്താവ് അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. ബിക്കം എ ബിലീവർ, നോട്ട് അൺബിലീവർ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും വിശ്വാസിയാകേണ്ടതായ സമയത്ത് അവിശ്വാസം നമ്മളിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യമുണ്ട്. അതായത് ഈ വിശ്വാസിയാകുന്നതിലൂടെ ദൈവിക ശക്തി തിരിച്ചറിയണം എന്നുള്ള ചിന്തയാണ്. ശിഷ്യനായിരിക്കുന്ന തോമസിന് യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ഒരു രൂപാന്തരം ഉണ്ടാകുകയാണ്. കൂടാതെ ധൈര്യവും പുതുശക്തിയും പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. നേട്ടങ്ങൾ ആരംഭിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. ഒരു പ്രമുഖനായ ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അച്ചീവിങ് സ്റ്റാർട്ട്സ് വിത്ത് ബിലീവിങ്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴാണ് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതായ ജീവിത സാഹചര്യങ്ങൾ നമുക്കും ഉണ്ടായിരിക്കാം. ഞാൻ നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇപ്രകാരമാണ് വിശ്വാസത്തിൻ്റെ ചിന്തകളാണ്. എനിക്കറിയാം, പലപ്പോഴും എന്നോടൊപ്പമായിരിക്കുന്ന ചർച്ച് കമ്മിറ്റി അംഗങ്ങളോ അല്ലെങ്കിൽ എൻ്റെ പ്രിയ സവിശ്വാസികളോ വിശ്വസിച്ചിട്ടില്ലായിരിക്കാം. അപ്പോഴും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. അച്ചീവിങ് സ്റ്റാർട്ട്സ് വിത്ത് ബിലീവിംഗ് എന്ന് പറയുമ്പോൾ നേട്ടങ്ങൾ ആരംഭിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. വിശ്വാസത്തിൽ അടിയുറച്ചതായ നേട്ടങ്ങളാണ് നമ്മുടെ നേട്ടങ്ങളെല്ലാം. ഇവിടെ യേശുവിനെ കണ്ട മാത്രയിൽ തോമസിന് ആത്മവിശ്വാസം ലഭ്യമായി തീരുകയാണ്. തോമസ് യേശുവിനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. നമ്മുടെ സഭയിൽ ഇപ്പോഴും കൺസ്ട്രക്ഷന് സാമ്പത്തികമായി സഹായിക്കാത്ത പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് ഇല്ലാഞ്ഞിട്ടല്ല, സമയമാകട്ടെ എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ. ശിഷ്യനായ തോമസ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവരെ എന്ന് സംഭവിച്ചതിലൂടെ നാം മനസ്സിലാക്കേണ്ടതായ ചിന്തയുണ്ട്. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ പൗലോസിന് സാധിക്കുകയാണ്. ഇത് വായിച്ചതായ ലേഖന വേദഭാഗം അറിയാം. ക്രൈസ്തവരെ പീഡിപ്പിക്കുവാൻ വേണ്ടി പുറപ്പെട്ടതായി പൗലോസ് കർത്താവിന് അനുയായിയായി തീരുകയാണ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവം നമ്മെ വിളിച്ചു വേർതിരിക്കും. അതായത് കർത്തൃത്വമുള്ളവൻ, അത് ഉടമസ്ഥൻ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കർത്താവ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്, യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റുപറയാൻ സാധിക്കണം. എൻ്റെ കർത്താവ് എൻ്റെ ദൈവമായുള്ളവേ എന്ന് പറയുന്ന ചിന്ത റോമൻ ചക്രവർത്തിമാരെ അന്ന് വിളിച്ചിരുന്ന ഒരു രീതിയാണ്. എൻ്റെ കർത്താവ് എൻ്റെ ദൈവമായുള്ളവേ. ആത്മവിശ്വാസമാണ് വിജയത്തിൻ്റെ ആദ്യപടി എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ യേശുവിനെ കണ്ടപ്പോൾ അവിശ്വാസിയായിരുന്നതായ തോമസിന് വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാൻ സാധിച്ചു. സെൽഫ് ട്രസ്റ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി സക്സസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം അത് വിജയത്തിൻ്റെ ആദ്യപടിയാണ്. നമുക്കൊരു വിശ്വാസമില്ലെങ്കിൽ മറ്റുള്ളവരെ നാം അങ്ങനെ വിശ്വാസം നയിക്കും.
നമ്മളെല്ലാം പരസ്യ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവരാണ്. ഒരു വീട് അതിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും മറ്റൊരാൾ വാങ്ങുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പുതിയ ഉടമസ്ഥന് കൈമാറും. ഇതാണ് കർത്തൃത്വം നൽകുക എന്നുള്ള ചിന്തയാണ്. തോമസിലൂടെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറയുന്നതിനോട് അർത്ഥമാക്കുന്നത് ഇതാണ്. ജീവിതത്തിന്റെ പൂർണ്ണമായ സമർപ്പണമായ ശിഷ്യനായി തോമസ് നിലവിളിച്ചതുപോലെ നമുക്ക് നിലവിളിക്കാൻ സാധിക്കണം. ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും, തോമസിന്റെ വിശ്വാസം അപൂർണമാണ്. പൂർണ്ണതയുള്ള വിശ്വാസമാണ് കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയില്ല, എബ്രായ തീച്ചുള്ളയുടെ അനുഭവത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. അതാണ് വിശ്വാസം. രണ്ടാമത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വിടുവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് പൂർണ്ണ വിശ്വാസം. നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഇപ്രകാരമുള്ള ചിന്തയാണ്. കർത്താവ് ഇപ്രകാരം പറയുന്നു, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങിപ്പോകും. ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഒരു കടുകുമണി എടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പരിപ്പ് നിറഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കും. അത് പൂർണ്ണതയുള്ളതായ വിശ്വാസമാണ്, പൂർണ്ണതയുള്ളതാണ്. ഇന്ന് പലർക്കും ഈ പൂർണ്ണതയിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരാജയം എന്ന് പറയുന്നത് അല്പവിശ്വാസമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യകരമായ അവസ്ഥ ജീവിപ്പാൻ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മൾ സഹായിക്കണം. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഞാൻ ഓർക്കുന്നുണ്ട്, വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും ഈ സഭാംഗങ്ങളല്ലാത്തവരൊക്കെയും നമ്മുടെ ചർച്ചിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി പണം നൽകുമ്പോൾ അവരിത് കാണുന്നില്ല. അവര് കേട്ടറിഞ്ഞിട്ടുള്ള കാര്യം മാത്രമാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പൊ അവരുടെ ആഗ്രഹത്തിന്റെ ഭാഗമാണ്. നമുക്കിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊരു പരാജയം. സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു ചിന്തയുണ്ട്, ഇഫ് യു ക്യാൻ ഡ്രീം യു ക്യാൻ അച്ചീവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നേടാൻ കഴിയും. നമ്മൾ എന്ത് സ്വപ്നമാണ് കാണുന്നത്? നമ്മൾ മനോഹരമായ ദേവാലയം സ്വപ്നം കാണുന്നുവെങ്കിൽ അത് നേടുവാൻ തന്നെ സാധിക്കും. ഈ നാളുകളിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് ഹാരിക്കുലർ ആൻഡ് വിത്ത് ജോയ് പാപ്പസാന്റെ ഇൻ ദ വൺ തിങ് അറ്റ് എ ടൈം. എൻ്റെ ഒരു മാസ്റ്റർ ഈ പറഞ്ഞ പുസ്തകമാണ്. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളുടെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നാശയോഗ്യമാക്കുകയാണ്. നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കണം. വിസ്ഡം ചർച്ചിനോട് ഒരിക്കൽ ചോദിച്ചു, how come you achieve many things in your life? അദ്ദേഹത്തിന് ചോദിച്ച ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ പലതും നേടിയത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞ പ്രകാരം വൺ തിങ് വൺ ടൈം. ഞാൻ ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചിന്തിക്കാറുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, പലരുടെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, സമൂഹത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നഷ്ടമാക്കുക. പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിക്കുക, ഈ കോവിഡ് കഴിഞ്ഞ് സ്വസ്ഥമായി ജീവിക്കാമെന്ന് വെച്ചാൽ സാധിക്കുകയില്ല. ഈ കോവിഡിന്റെ മധ്യത്തിലും ദൈവത്തെ കാണുവാൻ നമുക്ക് സാധ്യമായി തീരണം. അവിടെ ഈ നാളുകളിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നല്ല, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ള ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടത്. അവിടെ പ്രിയമുള്ളവരെ, ഇവിടെ യേശു കർത്താവ് തോമസിനോട് പറയുകയാണോ, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. നീ എന്നെ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്. അനേകർ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാതെ വിശ്വസിച്ചുകൊണ്ട് ഭാഗ്യകരമായ അവസ്ഥയിൽ ജീവിക്കുകയാണ്. ആ ഭാഗ്യകരമായ അവസ്ഥ നമുക്ക് ഉണ്ടാകേണ്ടത്, നമുക്ക് ഇന്ന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നാളെ ഒരിക്കലും കിട്ടുകയില്ല. ഇന്ന് നാം അധ്വാനിക്കുന്നത്
നമ്മൾ ആർക്ക് വേണ്ടിയാണെന്നുള്ള ചിന്ത. ദൈവം നൽകുന്ന ആയുസ്, ദൈവം നൽകുന്ന ആരോഗ്യം, ദൈവം നൽകുന്ന കഴിവ്, അത് ദൈവനാമത്തിനായി ജീവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഞാൻ അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി ചെയ്യുവാൻ സാധിക്കണം. ഇവിടെ തോമസിനോട് പറയുന്നത് പോലെ നീ ഇപ്രകാരമായി ചെയ്യുക. പക്ഷെ ഒരു ചിന്തകൻ പറഞ്ഞു, തോമസ് ധൈര്യശാലിയാന്ന് പറയുന്നത് കാരണം മറ്റ് ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുമ്പോൾ തോമസ് പുറത്തേക്കൂടെ നടക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും യേശു കർത്താവ് പറയുക, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിലും അവിശ്വാസം വെടിഞ്ഞ് വിശ്വാസം ജീവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതൊരു ജീവിതത്തിലും ഞാൻ പറഞ്ഞുവല്ലോ, അച്ചീവിങ് സ്റ്റാർട്ട്സ് വിത്ത് ബിലീവിങ്. നേട്ടങ്ങൾ ആരംഭിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീ നിന്റെ കുടുംബ രക്ഷ പ്രാപിക്കുമെന്നുള്ളതാണ്. തുടർന്നുള്ള നാളുകൾ ജീവിതത്തിൻ്റെ നേട്ടങ്ങളുടെ നാളുകളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവ് ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നിക്കിയ വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുടെ പിതാവുമായി ആകാശത്തെയും ഭൂമിയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സകലദൈവനായ ഏകദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായി അവൻ സർവ്വലോകത്തിൽ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ ദൈവത്വമുള്ളവൻ. അവൻ അസലുണ്ടായി, അവൻ മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി, പരിശുദ്ധാത്മാവിനെ കന്യകയിൽ മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ട് അടുക്കപ്പെട്ടു, 23 ഉയർത്ത് നയിച്ചു, സ്വർഗ്ഗത്തിലേക്ക് കയറി, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചു നയിപ്പാൻ മൊത്തത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനെ മഹത്വപ്പെടുന്നവനും പിതാവിനെ കൊണ്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകനെ കൊണ്ട് പറച്ചിലുമായി വിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ആധുനിക അപ്പോസ്തലികമായ വിശുദ്ധനെ വിശ്വസിക്കുന്നു. പാപമോചന മധ്യസ്ഥനെ ഞാൻ വിശ്വസിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. മിസ്സസ് ആൻഡ് മിസ്റ്റർ അരൂർ ചെറിയ, സ്നേഹമുള്ള മേരിക്കും അരൂവിനും ദൈവം ഒരു ബേബി ബോയ്, ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. ആ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയും ചെയ്യുന്നു. നോട്ടീസ് അയച്ചിട്ട് കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. നെക്സ്റ്റ് സൺഡേ 8:30 AM നമ്മുടെ വർഷിപ്പ് ആരംഭിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും നമ്മുടെ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. ടുഡേ ഇന്ന് ദശാംശം സമർപ്പിക്കേണ്ടതായ സൺഡേ ആണ്. നമ്മൾ കുറച്ച് പേരുണ്ടെങ്കിലും കടന്നു വന്നിട്ടുള്ളവർ സമർപ്പിക്കുക. ബട്ടർ മിൽക്ക്, മോരുവെള്ളം എല്ലാവരും ക്രമീകരിച്ചിട്ടുണ്ട്. വുമൻസ് ഫെലോഷിപ്പാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും സഹകരിക്കുക. സഭയ്ക്ക് കൊടുക്കേണ്ടതായ വിഹിതങ്ങൾ അത് കൊടുത്തു തീർക്കുവാൻ എല്ലാവരും താല്പര്യപ്പെടണം. നമുക്കറിയാം, നമ്മുടെ ഓഫർട്ടി ആണെങ്കിലും ടൈത്ത് ആണെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, താങ്ക്സ് ഗിവിങ് എല്ലാം അതാത് സമയത്ത് നമ്മൾ ആലയത്തിലേക്ക് കടന്നു വരുന്നില്ല എങ്കിലും ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഏപ്രിൽ മാസം 25-ാം തീയതി മുതൽ ഈവനിങ് മുതൽ 3 വീക്സ് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്.
ഈ സമയത്ത് മുതലപ്പള്ളി മെസ്സിനായിരിക്കുന്ന ഇൻചാർജായിരിക്കുന്ന ജസ് മാത്യു അച്ഛൻ എനിക്ക് പകരമായി ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. അവിടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അടിയന്തരപരമായ ആവശ്യങ്ങൾ ഒഴിച്ച് ഉദാശപരമായ ആവശ്യങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കുക. കാരണം അത് ക്രമീകരിക്കേണ്ട രീതിയിൽ ക്രമീകരണം ചെയ്യണമല്ലോ. നമുക്കറിയാം, മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഞാൻ എന്ന് നാട്ടിൽ പോയാലും ആ സമയമാകുമ്പോൾ ചില പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ കടന്നു വരുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമുക്കറിയാം, നിരവധി ആവശ്യങ്ങളുടെ മധ്യേ സഭയെപ്പോഴും. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ നിവർത്തിക്കാനുണ്ടെങ്കിൽ ഈ ആഴ്ചകളിൽ അത് പറയുക, അനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, കോവിഡ് സമയത്ത് ഒരു ഡെത്ത് സംഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഉപയോഗിക്കുന്നത് സെൻറ് ജോൺസിൻ്റെ സെമിട്രിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതിനുശേഷം അച്ഛൻ്റെ ലെറ്ററും വാങ്ങി ആവശ്യമായിട്ടുള്ള ഫണ്ട് അവിടെ അടച്ചെങ്കിൽ മാത്രമേ, അവർക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് സെമിട്രി അനുവദിക്കുകയുള്ളൂ. ഞാനിത് പറഞ്ഞതിന് കാരണം, പലപ്പോഴും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇത് പലപ്പോഴും പറയണം ഞാൻ ആഗ്രഹിച്ചത്, എന്നാലും സാഹചര്യവശാൽ പറയുക. ഞാൻ അതിന് ചെയ്യാനുള്ളത് അവിടുത്തെ അച്ഛനോട് ആലോചിച്ച് ഒരുപക്ഷെ അഡ്വാൻസായിട്ട് ആ ഫണ്ട് കൊടുക്കാറുണ്ട്. കാരണം ടൈം ഇപ്പോഴത്തെ വേറൊരു സാഹചര്യം, കോവിഡ് സമയത്തെങ്കിലും സംഭവിച്ചാലുള്ള പ്രശ്നം കഴിഞ്ഞാൽ അധികം നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. പാർട്ടിക്കാരെ സംബന്ധിക്കുകയില്ല, മറ്റുള്ളവരെ സംബന്ധിക്കുകയില്ല, പല ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അവിടെ ഈ നാളുകൾ വളരെ പ്രാർത്ഥനയോട് നമ്മൾ പോകേണ്ടതായ സാഹചര്യമാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭവനത്തിലുള്ളവരോട് നമ്മൾ പറയുമ്പോൾ അവർക്ക് വേദനയാണ്. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം സിസ്റ്ററച്ഛനോട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞൊരു കാര്യം, പലരും ടൈം അതുകൊണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻകൂട്ടി അത് പ്ലാൻ ചെയ്യണം. അതാണ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ, മറ്റു കാര്യങ്ങളൊക്കെ അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകണം. കാലാകാലങ്ങളിൽ ന്യൂസ് ഉണ്ടാകുന്നതായ തെറ്റുകൾ അത് ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകുകയും ചെയ്യണം. മറ്റൊരു കാര്യം, നമ്മുടെ ചർച്ച് കൺസ്ട്രക്ഷനാണ്. വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ദേവാലയ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ലാൻഡിൽ പോയി. എന്നാൽ ഈ നാളിൽ സാമ്പത്തിക ആവശ്യങ്ങൾ നിരവധിയാണ്. സാമ്പത്തിക ആവശ്യങ്ങൾ നിരവധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് സഭയിലുണ്ടായിരുന്നതായ തുകയുടെ കാര്യം അറിയാം. അതുപോലെ പ്രോമിസ് കിട്ടിയ തുകയിൽ ടൈറ്റ് കഴിഞ്ഞ് എത്ര ലഭിച്ചെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകണമെങ്കിൽ പ്രോമിസ് ഏറ്റിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ചെറിയ തുക ഏറ്റിട്ടുള്ളവർ കുറച്ചുകൂടെ സാമ്പത്തികം നൽകാനുള്ള ഉത്സാഹം ഉണ്ടാകണം. ഞാൻ കഴിഞ്ഞ ദിവസം ലക്കിടിപ്പ് കൂപ്പണുമായി മറ്റ് ഇവിടെയുള്ള മർത്തോമയിലെ യാക്കോബയിലെ ഓർത്തഡോക്സുമാരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് CSI മലയാള സഭ. സാമ്പത്തികമായി ജോലി സാധ്യത കൊണ്ടും മറ്റെല്ലാം കൊണ്ടും. അതുകൊണ്ട് അച്ഛനിങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്കല്ലേ കാര്യം അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും ഉത്സാഹം ഉണ്ടാകണം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നൊന്നുമില്ല. എന്നാൽ ഈ നാളുകളിൽ നമ്മുടെ സമവിശ്വാസികളല്ലാത്ത പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് സഹകരിക്കുന്നുണ്ട്. അതിന് മുഖാന്തരമായി തീരുന്നത് നമ്മുടെ സമവിശ്വാസികൾ തന്നെയാണ്. സ്നേഹമുള്ള ചെറിയാൻറ്റി ജോർജ് സാറിൻ്റെ കെയറോപ്പിൽ സാറിനോട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം സാറിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിലുള്ള പ്രാർത്ഥനയുടെ മധ്യത്തിൽ പറഞ്ഞപ്പോൾ പോലും ആ വെല്ലുവിളി ഏറ്റെടുത്ത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്രകാരം മിസ്റ്റർ ജോർജ് എബ്രഹാം
30,000 രൂപ. മിസ്റ്റർ മാമൻ ഫിലിപ്പ് 50,000 രൂപ. മിസ്റ്റർ ഫോൾസ് തുക്കൽ 5,000 രൂപ. മിസ്റ്റർ സേലിയാമ്മ കോശി 10,000 രൂപ. സാറ് തന്നെ ഇത്രയും കളക്ട് ചെയ്ത് നൽകിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സാധ്യതകളെ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത് അനുഗ്രഹമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, പലതുള്ളി പെരുവെള്ളമായി ചെയ്യുന്നതുപോലെ സാമ്പത്തിക ആവശ്യങ്ങൾ നിരവധിയാണ്. എത്രത്തോളം സാമ്പത്തികം നമ്മൾ സ്വരൂപിക്കുമ്പോൾ അത്രത്തോളം അനുഗ്രഹമായി കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും. അതുപോലെ ഈ ആഴ്ചയിൽ ലില്ലി ജോൺ ആൻറ്റി 1,00,000 രൂപ നൽകി. ആൻറ്റി ഓൾറെഡി ഇപ്പോൾ നല്ല സാമ്പത്തികമായി സഹകരിച്ചിട്ടുണ്ട്. ബ്രിഗേഡ് ലില്ലി ജോർജ് അങ്കിൾ 40,000 നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫസർ ചെറുപോലൂക്ക് അങ്കിളിൻ്റെ കെയറോപ്പിൽ മിസ്റ്റർ അല്ലു റോഹിത് എബ്രഹാം 25,000 രൂപ നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന കോണ്ടാക്റ്റ് അനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് വരികയാണ് ചെയ്യുന്നത്. മിസ്റ്റർ PB തോമസ് അങ്കിൾ 50,000 രൂപ. നമ്മുടെ ജോസഫ് കോശി, നമുക്കറിയാം ബിജു ദുബായിലാണ്. ഞാൻ പറഞ്ഞ സമയത്ത് എന്ന് ദേവാലയ നിർമ്മാണം ആരംഭിക്കുന്നു അന്ന് 10,00,000 രൂപ ഓഫർ ഏറ്റതാണ്. ഇതിനോടകം തന്നെ ഈ 2,00,000 രൂപ 4,00,000 രൂപ നൽകിയിരിക്കുക. അതുപോലെ തന്നെ കോശി ബി തോമസ് 27,680. കോശിയുടെ കോണ്ടാക്ട് അനുസരിച്ച് കുറച്ച് സാമ്പത്തിക നമുക്ക് നൽകിയിട്ടുണ്ട്. മിസ്സസ് മറിയൻ ജേക്കബ് ആൻറ്റി 50,000 രൂപ. മിസ്റ്റർ കെ ചെറിയാൻ 25,000 രൂപ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ സാമ്പത്തികമായി നൽകുന്നത് കൊണ്ടാണ് പണി പെൻഡിങ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ നാളിൽ ഞാൻ പലരും വിളിക്കുന്നുണ്ട്. അതുപോലെ കൂപ്പൺ ഇതിനോടൊപ്പം തന്നെ 7 കൂപ്പൺ വാങ്ങിക്കൊണ്ടു പോയിട്ടുള്ളവരുണ്ട്, ഒന്നും വാങ്ങാത്തവരുണ്ട്, 2-3 വിറ്റഴിച്ചവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു സൈഡിൽ കോവിഡ് കിടക്കുമെങ്കിലും നമ്മൾ ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ ഐക്യത്തോടെ നിലകൊണ്ടാൽ ദൈവം ആവശ്യമായ മുഖാന്തരം ഒരുക്കുമെന്നുള്ളത് സത്യമാണ്. നമ്മളത് ചിന്തിക്കണം. നമ്മൾ ഇനി ലാൻഡിൽ നിന്ന് പോയി നോക്കണം. നമ്മുടെ ആ പ്രയാസമുള്ള നമ്മുടെ നെയ്വേഴ്സൊക്കെ ഇങ്ങോട്ട് വന്ന് പറയുക എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി. പല പ്രയാസങ്ങളും പ്രതിസന്ധികൾ ഇതിനോടൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ NOC വാങ്ങിയ ആ ഡിപ്പാർട്ട്മെന്റ് എല്ലാം പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളവരുണ്ട്. എല്ലാം ക്ലിയറായി ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ പണി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവമക്കളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക ആവശ്യങ്ങൾ നിരവധിയാണ്. നിങ്ങളോർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മിത്രാദികളോ സ്നേഹിതരോ സുഹൃത്തുക്കളോ ഈ പ്രിയപ്പെട്ടവരൊക്കെ ഇതിലേക്ക് കൊണ്ടുവരണം. അവിടെ ഞാൻ ഈ നാളിൽ നിർബന്ധിക്കുന്നില്ല. ഞാൻ ഈ നാളിൽ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്നത്. കാരണം ദൈവത്തോട് ഓരോരുത്തരും മനസ്സ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാതെ അച്ഛനൊന്നും ചെയ്യാൻ സാധിക്കുകയല്ലോ. ഈ നാട്ടിൽ പോകുന്ന ഉദ്ദേശം ഞാൻ കുറച്ച് കൂപ്പൺ വിൽക്കണമെന്ന ഉദ്ദേശത്തിലൂടെയാണ് പോകുന്നത്. നേരിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ചിലവരൊക്കെ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിലയേറിയ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം കോവിഡ് കൂടുതലായി വർദ്ധിച്ചു വരിക. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രായമുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മളൊക്കെയും ഇതിന് മധ്യത്തിലാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീയുള്ള നീന സാഹിബാണ് എനിക്ക് വാക്സിൻ എടുക്കാനുള്ള ക്രമീകരണം ചെയ്തത്. ഞാൻ നന്ദി അറിയിക്കുക. കാരണം വളരെ ഭാരത്തോടെ ഞാനും ഇതിൻ്റെ പല ആവശ്യങ്ങൾക്ക് പോകുമ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതുകൊണ്ട് പ്രാർത്ഥന ആവശ്യപ്പെടുക. പിന്നെ കുറച്ചുകൂടെ സാമ്പത്തികം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. കാരണം ഇപ്പോൾ നൽകിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകും. നമുക്കറിയാം നമ്മുടെ ദേവാലയ സെക്ടറിലേക്ക് എലിവേഷനിലേക്ക് കയറുകയാണ് ഈ ആഴ്ചയിൽ. നമ്മൾ ഈ സാമ്പത്തികമായിട്ടുള്ള കുറവുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചവിട്ടിപ്പിടിക്കുന്നത്. ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പൂർത്തീകരിക്കാനുള്ള സംഭവമാണ്. ഈ ഒരു അവസരം ഈ ഒക്കേഷൻ നമുക്കറിയാം ദേവാലയ നിർമ്മാണത്തിന് മാത്രം രോഗത്തിന് ശേഷം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ എല്ലാവരുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. സാമ്പത്തികമായ ആവശ്യങ്ങൾ നിരവധിയാണ്.
ഞാനിപ്പോൾ ഇത്ര കാര്യമായിട്ട് പറയുന്നത് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാൽ പറയാൻ കോശിയായിരിക്കും ചുമതലപ്പെടുത്തിയെങ്കിലും അത് ശക്തമായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കോശിയോട് മുഷിയുണ്ട്, എന്നോട് മുഷിച്ചാൽ മതിയല്ലോ. കാരണം ഈ ഒരു പ്രോജക്റ്റ് പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. ദൈവങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. മിസ് ടാനിയ മറിയം ജോർജ്, മിസ്സസ് റെബേക്ക ധോണി ഫിലിപ്പ്, മിസ്റ്റർ ജോസഫ് CS, മിസ്സസ് സൂസൻ ജോൺ. വെഡിങ് ആനിവേഴ്സറി മിസ്സസ് ആൻഡ് മിസ്റ്റർ സുജിത് ഫിലിപ്പ്, മിസ്സസ് ആൻഡ് മിസ്റ്റർ നവീൻ ചെറിയ. ബർത്ത്ഡേക്ക് ആരെങ്കിലും കൊണ്ടുവരാം. അതിന് ശേഷം വെഡിങ് ആനിവേഴ്സറി. എൻ്റെ സർവാന്തര വിശുനാമത്തെ വാഴ്ത്തുക. എന്മനമേഹ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന എല്ലാ പ്രിയ മക്കളെയും ദൈവം സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കാവലും സംരക്ഷിച്ചുകൊണ്ടിരിക്കണമേ. ആവത്ത് അർത്ഥങ്ങളെല്ലാം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളോട് ചെയ്യണമേ. പഠിക്കണമെങ്കിൽ പഠിക്കാൻ ആവശ്യമായ ബുദ്ധി, ജ്ഞാനം, വിവേകം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കുന്നു. വിവിധ മേഖലകളിൽ അധ്വാനിക്കുന്ന പ്രിയ മക്കളെയോട് ശക്തിയെ സഹായിക്കുകയും ചെയ്യണമേ. നിന്റെ മക്കളെ സർവ്വ നന്മയുള്ള തന്നെ മക്കളാണെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. വീടുകൾക്ക് മാറണമേ. ആമേൻ. വെഡിങ് ആനിവേഴ്സറി. നമുക്ക് പ്രാർത്ഥിക്കാം. സകല കുടുംബങ്ങൾക്കും കാരണഭൂതനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ വാർഷികം ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ മക്കൾ കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നത് സ്വാഗതം ചെയ്യുന്ന അതിനെ സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയിക്കാൻ ശക്തിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അവരുടെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആകുലതകളും വേദനകളൊക്കെയും കടന്നു വന്നപ്പോൾ എൻ്റെ കർത്താവ് വെള്ളംകരത്തിൽ വഹിച്ചവർക്കായി സ്തുതിക്കുന്ന സ്വാഗതം ചെയ്യുന്ന അതിനെ കർത്താവേ, അവർക്ക് പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ദൈവം സമർപ്പിക്കുന്നു.
മക്കൾ നിൽക്കുന്ന അവകാശ പ്രതിഫലം തരുന്ന പ്രതിഫലമാകിയാൽ ശ്രദ്ധിക്കുന്ന സ്തോത്രം ചെയ്യുന്ന അതിനെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമ്മൾ പരിപാലിക്കുന്ന ഉത്തമമായ ബോധ്യം അവിടുത്തെ പ്രിയമക്കൾ പ്രദാനം ചെയ്യണമേ. അവിടുത്തെ ഓരോ പ്രിയമക്കളെയും ശക്തീകരിച്ചാണ്ട് ഏർപ്പെടുത്തിയാട്ട് യേശുവിനാണ് നാം യാചിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. മാതൃകാല സമയത്ത് ദശാംശം സമർപ്പിക്കാമെന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കരങ്ങൾ വണക്കം ശാന്തമായിരിക്കാം. ഈ വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും വെളിവനാൾ ജീവിതത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ലഭിച്ച വൻകൃപയോട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ CSI സഭയോർക്കാം, മറ്റ് സഹോദരി സഭകളെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികളെല്ലാം ദൈവങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ ബിഷപ്പുമാരെയും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മേഡൽ ഡയസിൻ്റെ ബിഷപ്പായിരിക്കുന്ന ഡോക്ടർ A.C. സ്വാമിരാജ് ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മധ്യകേരള മഹാഡ് ബിഷപ്പായിരിക്കുന്ന ഡോക്ടർ മറിയ സാബു കോശിച്ചെറിയാൻ ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെ മാനിക്കരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അവരുടേതായ ശുശ്രൂഷകളെയും അവിടെ ശക്തിയെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. സുവിശേഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സമർപ്പിക്കാം. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളിൽ നമ്മുടെ സഭയുടേതായ എല്ലാ ആവശ്യങ്ങളെയും ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവർക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ നാളുകളിൽ സേവനം ചെയ്യുന്ന ചർച്ച് കമ്മിറ്റികളെയും ബിൽഡിംഗ് കമ്മിറ്റികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങൾക്കുമായി നിന്നോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓർക്കാം. ഗായസംഘത്തിനായി സ്തോത്രം ചെയ്യാം. യൂത്ത് മൂവ്മെൻറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വുമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതോടെ യഹോവ സഹായിച്ചു, ഇതോടെ ദൈവം വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സാമ്പത്തിക ആവശ്യങ്ങൾ നിരവധിയാണ്. അവിടുത്തെ പ്രിയ മക്കളിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കുന്ന ദൈവം
നമ്മുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗാക്ഷീണ അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കാം. രോഗികൾക്ക് നല്ല വിധനായ യേശു കർത്താവ് പൂർണ്ണമായ വിടുതലാശ്വാസം പ്രദാനം ചെയ്യുന്ന പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പൂർണ്ണമായ വിടുതലാശ്വാസം പ്രദാനം ചെയ്യുന്ന പ്രാർത്ഥിക്കാം. കാരണക്കാരെ ഓമനാൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ വിടുതലാശ്വാസം പ്രദാനം ചെയ്യുന്ന പ്രാർത്ഥിക്കാം. സുജിത് ജയിലും നൽകിയ രോഗസൗഖ്യത്തിനായി നിങ്ങളോട് സ്വാഗതം ചെയ്യാം. മറ്റ് ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ സമർപ്പിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുക. കുടുംബച്ഛേദിയിലായിരിക്കുന്ന പ്രിയമക്കളെ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുപൈതങ്ങളെ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ബാലാരക്ഷൻ പൈശാചികം എന്ന രോഗം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പലവിധമായ പ്രയാസ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവങ്ങൾ സമർപ്പിക്കാം. നമ്മെ തന്നെ ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളെയും വഹിച്ചുകൊണ്ട് അന്നമോമനാറ്റിക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമുക്ക് ചേർന്ന ഒരു പാട്ടിൻ്റെ ഈരടി പാടാം. പ്രാർത്ഥനയ്ക്കു
നമ്മുടെ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനൊപ്പം ശുശ്രൂഷയുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര എത്ര അനുഗ്രഹമാകുന്നു. അപ്പോൾ നാം ഉന്നതരായ ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരു അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സ്നേഹത്തിൻ്റെ സമാധാനകരമായ കൈസ്വര്യം സ്വീകരിക്കാം. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തനം 436, പിൻ നമ്പർ 436.
നമ്മുടെ കാര്യങ്ങളെ നമ്മെ തന്നെ ദൈവമേ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയത്തിന്റെ രക്തത്താൽ വാസതയ്ക്കുള്ള പുതുവഴി പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മഹാദൈവരാജ്ഞങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമല്ലാതെ നിനക്കുള്ളതല്ലോ, നിലവേൽ വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെ ദാനങ്ങളെ നീ കൈകൊണ്ട് വിനോദനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവ ദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളും എല്ലാ സ്ഥലങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തനായി ഞങ്ങൾ ചെയ്യേണ്ടെന്ന മുറയുമാകുന്നു. എന്നാൽ നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള പുനരുദ്ധാനത്തിനായി ഞങ്ങൾ പ്രത്യേകത്തിനെ സ്തുതിക്കേണ്ടതാകുന്നു. അവൻ തന്നെ മണ്ണം കൊണ്ട് മതത്തെ നശിപ്പിക്കുകയും അവന്റെ ഉയർത്തുനിൽപ്പിനാൽ ഞങ്ങൾക്ക് ജീവനെ വീണ്ടും നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൂതന്മാരോടും പ്രധാന ദൂതന്മാരോടും സ്വർഗ്ഗത്തിലെ സംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും സ്തുതിച്ചും സന്നിഹൃദയമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോദരനായ കർത്താവേ, നിന്റെ മഹത്വം ചൊല്ലിയും നിന്റെ മഹത്വനാമത്തെ പൂഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും ഒരാൾക്ക് മാറ്റപ്പെട്ടവനാകുന്നു. സ്തുതി. സ്വർഗസ്ഥാപിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തിലുള്ള യാതൊരു സ്നേഹം കൊണ്ട് നിന്റെ ദൈവത്തനായ യേശുക്രിസ്തു ഞങ്ങളുടെ മനുഷ്യവാദാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മണദൈവപ്പാനം തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഒരുപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെ പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായ മതിയാകുന്ന യാഗം ഒരുപാട് പ്രതിശാന്തി ചെയ്യുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടവിടാതെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ
ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിമിത്തമുള്ള എൻ്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവന് മാത്രമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവന് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ചപ്രകാരം വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിരദാസരായി ഞങ്ങളിതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ നിദാനങ്ങളായ പ്രത്യേക വിഞ്ഞിനെയും നിരുഷിതാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെയും കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അതിന് യോജിക്കപ്പെട്ടു ഞങ്ങളെല്ലാവരും വിശ്വാസത്തിലേക്കും പ്രാപിച്ചു ഞങ്ങളുടെ കർത്താവായ ശാന്തരയാകുന്ന അവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായി അവരോടുകൂടിയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ അതിലേറെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ പിതാവേ, വിശുദ്ധ മേശയിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ, കുറവുകളെ ദൈവസ്ഥനിൽ നമുക്ക് ഏറ്റുപറയാം. കരുണയുള്ള കർത്താവേ, നാം നിൽക്കുന്ന പങ്കുസുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ?
ജീവനപ്പമാവുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം, സത്യാമന്ത്രിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തം വിശ്വാസത്തോട് വിശുദ്ധ മേശങ്കിലേക്ക് കടന്നു വരാം. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സാക്ഷ്യമെന്ന് വിശ്വാസം കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ദേവസ്വമായ യേശുമിശിഹായ ഞങ്ങളായി നീ സ്വീകരിച്ചിരിക്കുന്നവരും അവനുമാവുന്ന ശരീരമായ ആത്മീയാഹാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച്
ഞങ്ങൾക്ക് പാപത്തിന് വാഗ്ദാനവും നൽകിയിരിക്കുന്നു. നിന്റെ വിദ്യാധികാരക്കാരുടെ സ്വാതന്ത്ര്യത്തെ ശ്രമിക്കുന്നു. ഞങ്ങൾ തന്നെ ജീവനിശ്ചിതമായി സമർപ്പിക്കുന്നു. അതാവുന്നതോ ഏറ്റവുമായ ആരാധന ഞങ്ങളിൽ ലോകത്തിന് അതിരുപരാകാതെ നല്ലതും പൂർണ്ണമായ ജീവിതത്തിൽ ചെയ്യേണ്ടതിന് മനസ്സിൽ സഹായിക്കണമേ. അങ്ങനെ നിന്നെ അനുസരിച്ച് ഒടുവിൽ രാജ്യത്തിൽ സർവസ്വനോട് സന്തോഷിക്കേണ്ടതിന് കൃപ നൽകണമെന്നോട് അപേക്ഷിക്കുന്നു. അവ നിന്നോട് വിശുദ്ധാത്മാവിനോട് എന്നേകീകൃതമായി ജീവിച്ചു വാഴുന്നതോ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മുടെ തുടങ്ങിയാണ്. ഇന്ന് സുജിത്താണ്. സുജിത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സിയോ യാത്രയിൽ നമ്മെ കായുന്നതിന് വേണ്ടി പാടും. സിയോ Israel.
ദൈവജീവനിൽ അവർക്ക് അവരെ വാഞ്ചിപ്പിച്ചു പോയപ്പോൾ ബലഹീനരായ ഞങ്ങളുടെ ഉപദ്രവത്തിൽ സാക്ഷ്യമായി വഴി നടത്തുന്നതായി സമർപ്പിക്കുന്നു. ഇരുപത് സത്യങ്ങൾക്കായി ദൈവത്തെ സമർപ്പിക്കട്ടെ. പൂർണ്ണമായ വിടുതൽ ആശ്വാസം സ്ഥാപിച്ചെടുത്താണ് ദേവാലയ നിർമ്മാണ പ്രവർത്തനത്തായി സഹായങ്ങൾ ഇതിനോട് വലിയ ശ്രദ്ധിക്കുകയാണ് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവനങ്ങളായിരിക്കുന്ന ദൈവത്തെ ഓർക്കാണ് അത്താഴ്ചപ്പോഴും ഇതിപ്പോൾ സൂക്ഷിക്കും പരിപാലിക്കുകയും ചെയ്യണമെന്ന് യേശു ഉപയോഗം